ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് മലയാളത്തിന്റെ മഹാനടന്മാരായിട്ടുള്ള മമ്മൂക്കായി ലാലേട്ടനെന്നും ഞാൻ പല പ്രാവശ്യവും പറയാറുണ്ട്. എന്നാൽ മമ്മൂക്ക എന്ന ഒരു നടൻ എൻ്റെ ഫേവറേറ്റ് നടനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നടനാണ്. ലാലേട്ടനെ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. അദ്ദേഹം ചെയ്യുന്ന ചില കഥാപാത്രങ്ങളും അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ചില മണ്ടത്തരങ്ങൾക്കൊക്കെ എതിരെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കോവിഡ് ടൈം വന്ന സമയത്ത് പ്രധാനമന്ത്രി പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഇവിടുത്തെ മലയാളികളോട്, പ്രബുദ്ധരായിട്ടുള്ള മലയാളികളോട് ലാലേട്ടനെ പോലുള്ള ഒരു ആക്ടർ വന്നിട്ട് പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ ബാക്ടീരിയ ചാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ചില സിനിമകൾ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഭയം ഭക്തി ബഹുമാനം ബബ്ബബ്ബ, ആ സിനിമയിൽ ലാലേട്ടന്റെ റോള് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് ലാലേട്ടൻ ചെയ്ത തുടരുമെന്ന സിനിമ, ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് കണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ബബ്ബബ്ബ പോലുള്ള സിനിമയിൽ വന്നൊരു കോമാളി വേഷം കെട്ടി അല്ലെങ്കിൽ അതുപോലുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ലാലേട്ടൻ ഫെയിലാണ് എന്ന് ഞാൻ പറയാറുണ്ട്. ചില കഥാപാത്രങ്ങളോട് നമുക്ക് യോജിപ്പില്ല. എന്നാൽ മമ്മൂക്ക ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള കുറേയധികം സിനിമകൾ, സെലക്റ്റീവ് ആയിട്ടുള്ള സിനിമകൾ, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ആക്ടറുകൾ, അത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 50 കോടി 100 കോടി എന്നൊക്കെ തള്ളുന്ന ചില വേട്ടാവളിയന്മാർ ഫാൻസുകാരുണ്ട്. അതിപ്പം എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ. 100 കോടിയോ 50 കോടിയോ എന്നല്ല, ജനഹൃദയങ്ങൾ കീഴടക്കി അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ കഴിവ്. മലയാളത്തിന്റെ മഹാനടന്മാർ തന്നെയാണ് മമ്മൂക്കായും ലാലേട്ടനും. അത് അന്യഭാഷകളിലൊക്കെ അവർ പോയി ഒരുപാട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തനിനാടൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ, ഈ വേട്ടാവളിയൻ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ പാചകത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ലാലേട്ടന്റെ ഫാൻസുകാർ ഇയാളെ പോയി പച്ച തെറി വിളിച്ചില്ലെങ്കിലുള്ള അതിശയം, അതുപോലത്തെ വണ്ടത്തരവും വിവരക്കേടും പൊട്ടത്തരവുമാണ് ഈ വേട്ടാവളിയിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പം മമ്മൂക്കായ ലാലേട്ടനെ കുറിച്ചിട്ട് ഇപ്പൊ പറയുന്നത് എന്താണോ എന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം കൂടെ പറയാം. സ്കിപ്പ് ചെയ്യരുത്, പോകരുത്, ഓടി വരാം. അഭിനയ സാമ്രാട്ട് നമ്മുടെ നടന വിസ്മയത്തെ പറ്റിയായിരുന്നു ആ വീഡിയോ. ശരി, വിമർശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പാചക വിസ്മയത്തെ കുറിച്ച് വിമർശിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പൊ അത് കണ്ട ചിലർ എന്നോട് ചോദിച്ചു, തനിനാടന് മോഹൻലാലിനോട് എന്തെങ്കിലും ചൊരുക്കുണ്ടോ, അതോ തനിനാടൻ മമ്മൂട്ടിയുടെ ഒരു ഫാനാണോ എന്ന്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് നടന വിസ്മയം ലാലേട്ടനോട് യാതൊരു ചൊരുക്കുമില്ല. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് മമ്മൂട്ടിയോട് ഒരു പ്രതിപത്തിയുമില്ല. എനിക്ക് ഒറ്റയ്ക്കൊരു ചുരുക്ക് മോഹൻലാലിനോടുള്ളത്, നമ്മുടെ ലാലേട്ടനോടുള്ളത്, അദ്ദേഹം എല്ലാത്തിലും കൊണ്ടുപോയി കൈയിടും. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം ഈ ലാലിസം എന്നും പറഞ്ഞൊരു പണി ചെയ്തിട്ട് ലോകമാകെ നാറിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എനിക്ക് മമ്മൂട്ടിയോടുള്ള ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കണകുണാതി സംഗതികളിൽ കൈയിടാൻ പോകില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന പരിപാടി ചെയ്യും, അത് അഭിനയമാണ്. ഇപ്പോൾ ലോക നിലവാരം വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഫാനുകൾ പറയും ഇവർ രണ്ടുപേരും ഭയങ്കര അഭിനയ ചക്രവർത്തിമാരാണ്. മമ്മൂട്ടി അവര് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് വിളിക്കും, മോഹൻലാലിനെ നടന വിസ്മയം എന്ന് വിളിക്കും. എന്റെ അഭിപ്രായം പറഞ്ഞാൽ മോഹൻലാൽ നടന വിസ്മയവും അല്ല, മമ്മൂട്ടി മെഗാസ്റ്റാറും അല്ല. പിന്നെ ഈ പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളകളെ പോലെ നമ്മുടെ നാട്ടിലെ ഫാനുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വാഴ്ത്തി സ്തുതിക്കും ഇവർ രണ്ടുപേരെയും. അപ്പോൾ ഞാൻ അതിൻ്റെ അത്ര ഇമ്പ്രഷനല്ല. ലോക നിലവാരം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ വലിയ അങ്ങേറ്റത്തെ നടന്മാരൊന്നും അല്ല സുഹൃത്തുക്കളെ. അതിന് എന്നെ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർ വലിയ നടന്മാരൊന്നും അല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇതും കൂടി പറയാം. നമ്മുടെ ലോക നിലവാരം വെച്ച് നമ്മുടെ നാട്ടിലെ സിനിമകൾ, നമ്മുടെ നാട്ടിലെ മലയാള സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, നത്തിങ്. എന്താണ് സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്കായും നമ്മുടെ ലാലേട്ടനും ലോക നിലവാരത്തിലുള്ള നടന്മാരല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ലോക നിലവാരത്തിലുള്ള നടൻ തന്നെയാണ് നമ്മുടെ മമ്മൂക്ക. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയോഗം എന്ന ഒരു സിനിമ ഇപ്പം ലോക നിലവാരത്തിൽ ഉദിച്ചുയർന്നു നിൽക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഓസ്കാർ പോലുള്ള ഒരു വേദിയിൽ മമ്മൂക്ക അഭിനയിച്ച ബ്രഹ്മയോഗം എന്ന സിനിമയില് കൊടുമൺ പോറ്റി എന്ന ആ ക്യാരക്ടർ ആ ഒരു വേദിയിൽ കയ്യടിയുടെ ഒരു പ്രവാഹമായിരുന്നു. അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണല്ലേ. സെലക്റ്റീവ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സിനിമകൾ. ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ ആദ്യമായി പ്രദർശിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ എന്ന നിലയിൽ അത് നമ്മുടെ മമ്മൂക്കയുടെ സിനിമ തന്നെയാണ്. അപ്പോൾ മമ്മൂക്ക ലോക നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. പിന്നെ UK ഇവിടെ നിന്നുകൊണ്ടാണ് ഈ തനിനാടൻ എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളിയിൽ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് മമ്മൂക്കായി ലാലേട്ടനൊന്നും വലിയ നടന്മാരൊന്നും അല്ല, അവരൊന്നും ലോക നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന നടന്മാരല്ല. സത്യത്തിൽ ഇതുപോലുള്ള പൊട്ടന്മാരെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാകാം, പല കാര്യങ്ങൾക്കും ഉണ്ടാകാം. നമുക്ക് സിനിമപരമായിട്ട് രണ്ടുപേരുടെ സിനിമകളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു രീതി തന്നെയാണ് അല്ലേ. ഇപ്പൊ കളങ്കാവൽ എന്ന സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം
ആ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മഹാനടൻ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചപ്പോൾ ആ നെഗറ്റീവ് കഥാപാത്രത്തെ പോലും മലയാളികൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മമ്മൂക്കാക്ക് അല്ലാതെ മറ്റൊരാൾക്കും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് പ്രേമയോഗം എന്ന സിനിമയും. ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിന് നമ്മൾ മറുപടി കൊടുക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും